ഞാൻ പറയാൻ പോകുന്ന ഒരു ഇത്തിരി പഴയ കഥയാണ്. പക്ഷേ ആ കഥയ്ക്ക് ഇപ്പോഴും വലിയ പ്രസക്തിയുണ്ട്. നമുക്കിടയിൽ ഈ കഥ ഓളം വെട്ടി ഇങ്ങനെ ജീവിക്കുകയാണ്. കുറേ പണ്ടാണ് കേട്ടോ. അവൻ 5 വയസ്സുള്ളപ്പോഴാണ് ഗായികയായ അമ്മയ്ക്ക് ശബ്ദമില്ലാതായത്. 9 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മനോരോഗിയായി മാറി. വീട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമാണ്. വിറകടയിലെ സഹായിയായി നിന്നു നോക്കി, ഗ്ലാസ് ഫാക്ടറിയിലെ തൊഴിലാളിയായി നിന്നു. ഇതെല്ലാം ചെറുപ്രായത്തിലാണ്. അവൻ ജോലി ചെയ്തൊക്കെ അമ്മയെ പോറ്റാൻ വേണ്ടി മാത്രമാണ്. കൗമാരകാലം മുഴുവൻ ദുരന്തങ്ങൾ വേട്ടയാടിയിട്ടും അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷത്തിൻ്റെ വെളിച്ചം വരും എന്നവൻ പ്രതീക്ഷിച്ചു. 12 വയസ്സുള്ളപ്പോൾ അവൻ്റെ ഒരു നാടക കമ്പനിയിൽ ചേർന്നു. 19 വയസ്സായപ്പോഴേക്കും ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായി അവൻ മാറി. പിന്നീടാണ് അവൻ്റെ പേര് ലോകം അറിയുന്നത്, ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിനായിരുന്നു ആ യുവാവ്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നേറിയ ജീവിതമായിരുന്നു ചാപ്ലിൻ്റേത്. മകൻ വലിയ നടനായതും ഒരുപാട് കോടികൾ സമ്പാദിച്ചതൊന്നും മനോരോഗിയായ അമ്മ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അമ്മയുടെ ലോകം തന്നെ മറ്റൊന്നായിരുന്നു. ചിത്തഭ്രമം നേരിട്ട അമ്മയെ പരിചരിക്കാൻ എപ്പോഴും ചാർലി ചാപ്ലിൻ ഓടിയെത്തി. മനോരോഗിയായ അമ്മയെ അമേരിക്കയിലെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആജീവനാന്തം ചാർലി ചാപ്ലിൻ പരിചരിച്ചു. ഒരുപക്ഷെ അമ്മയെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം മകൻ അത്രയും കഠിനമായി അധ്വാനിച്ചതും ശ്രമിച്ചതുമൊക്കെ. പ്രായമായവരെ വൃദ്ധസദനത്തിലേക്ക് ചവിട്ടിത്തള്ളുന്ന വർത്തമാനകാല തലമുറയ്ക്ക് മുന്നിൽ ചാർലി ചാപ്ലിൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനോരോഗിയായ ഒരമ്മയെ ആജീവനാന്തം പരിചരിക്കുകയും സ്നേഹം വാരി കോരി കൊടുക്കുകയും ചെയ്ത ചാർലി ചാപ്ലിൻ ഇന്നും നമുക്ക് മുന്നിൽ ജീവിക്കുകയാണ്. മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കൾ ഉണ്ടാകുന്നത് വലിയ ഭാഗ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അച്ഛനമ്മമാരുടെ ഭാഗ്യമാകട്ടെ എന്നാണ് എനിക്ക് പ്രഭാതത്തിൽ പറയാനുള്ളത്. ഗുരുവായൂർ കൊണ്ട് നടതള്ളുന്നതും ഈ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ട് ചവിട്ടിത്തള്ളുന്നതുമൊന്നും ഒരു കാലത്തും നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിൻ്റെ വെളിച്ചം പകരില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ അവസരത്തിലാണ് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന മകൻ്റെ ചിത്രം കൂടി ഞാൻ ഓർമ്മിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായ മകൻ അമ്മയുടെ അന്ത്യം കണ്ടെത്തി. അങ്ങനെയുള്ള മകന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, മക്കളുണ്ട്. ഉള്ളപ്പോഴാണ് ചാർലി ചാപ്ലിൻ ആകാശം മുട്ട ഉയരത്തിൽ നമുക്ക് മുന്നിൽ ജീവൻ വെച്ച് പിന്നെയും എഴുന്നേറ്റ് വരുന്നത്. ചാർലി ചാപ്ലിന് വലിയൊരു സ്നേഹാദരവ്.